ഹായ്, വെൽക്കം ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം. ARMലെ കിളിയെന്ന് പറഞ്ഞ സോങ്ങിന്റെ ട്രാക്കും അങ്ങുവാനക്കോട് വിജയലക്ഷ്മി ചേച്ചി പാടിയ 2 സോങ്ങിന്റെ ട്രാക്സും ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ വളരെ യാദൃശ്ചികമായിട്ട് എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു കോള് വരുന്നത്. കിളിയുടെ ഫൈനൽ നോക്കിയാലോ, ഒട്ടും എക്സ്പെക്റ്റഡ് അല്ല. അത് ഞാൻ പാടിയിട്ട് തന്നെ കുറെ വർഷങ്ങളായിട്ട് എക്സ്പെക്റ്റഡ് അല്ല. പ്ലേ ബാക്കിൽ സോങ്സ് മുന്നേ പാടിയിട്ടുണ്ടെങ്കിലും ഒരു കരിയർ ബ്രേക്ക് എന്നൊക്കെ പറയുന്ന ഒരു സോങ് ശരിക്കും ഇത് വെച്ചിട്ടാണ് എല്ലാവരും എന്നെ ഇങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങി തന്നെ. ഇത് വെച്ചിട്ടാണ് നമ്മൾ റിയാലിറ്റി ഷോസിൽ പോകുമ്പോൾ എനിക്ക് അതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നത് പലതരം ജോണേഴ്സ് നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നമ്മുടെ ഒരു ഷെല്ലിനകത്തിരുന്ന് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേട്ട് അത് മാത്രം പാടിക്കൊണ്ടിരിക്കും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വി ആർ ഫോഴ്സ്ഡ് കൈൻഡ് ഓഫ് ടു ട്രൈ ഔട്ട് പല കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ഓൾവേസ് ആ ലൈവ് സ്റ്റേജിന്റെ എനർജി എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ശരിക്കും വേറൊരാളാവുന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല, അത് എനിക്ക് അനുഭവമുള്ളൊരു ഇതാണ്. കുഞ്ഞിലേ തൊട്ട് ഹിന്ദിയോട് എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനായിരിക്കും അത് ചിലപ്പോൾ എന്നിൽ അത് ഇങ്ങനെ ഒരു സീഡ് ഇതായത്. എനിക്ക് ലതാജിയുടെ സോങ്സ് അങ്ങനത്തെ പഴയ ഹിന്ദി സോങ്സ് കേൾക്കാൻ കുഞ്ഞിലേ തൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. सजना बरखा बहार आए रस की फुहार लाए अखियों में प्यार. ഇന്ന് എൻ്റെ കൂടെ ഒരു അടിപൊളി സിംഗറാണുള്ളത് ഈ ഒരു ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങളുമായിട്ട്. അനില രാജീവ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഇനി കൂടുതൽ കാര്യം അനില പറഞ്ഞു വേണം കേട്ടോ ഇവര് കേൾക്കാൻ. ഏറ്റവും നമ്മുടെ ഇടയിൽ ഏറ്റവും ഇപ്പം ലൈവായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലമായില്ലേ അത് ARMലെ സോങ് ആണ്. അതെ, അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ARMലെ ആ സോങ് കിളിയെന്ന് പറഞ്ഞ സോങ് ആണ്. അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നൊരു 2 വർഷം 3 വർഷം മുന്നേ ആണ്. ദിബുചേട്ടനെ എനിക്ക് മുന്നേ തൊട്ടേ അറിയാം. അതിന്റെ മ്യൂസിക് ഡയറക്ടറായ ദിബുചേട്ടൻ എനിക്ക് മുന്നേ ആയിട്ട് അറിയാം. ഞാൻ ചെന്നൈയിൽ കുറച്ച് നാൾ ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ടേ അറിയാം. ദിബുചേട്ടന് തന്നെ ഞാൻ ഒരു തമിഴിലൊരു സോങ് 2 വർഷം മുന്നേ പാടിയിട്ടുണ്ടായിരുന്നു, നരി എന്ന് പറഞ്ഞ മൂവിയിൽ. അപ്പോൾ ഇങ്ങനെ ട്രാക്സ് പാടിക്കാനായിട്ടുള്ളൊരു പതിവുണ്ട്. അപ്പോൾ ഈ ARMലെ കിളിയെന്ന് പറഞ്ഞ സോങ്ങിന്റെ ട്രാക്കും അങ്ങുവാനക്കോട് വിജയലക്ഷ്മി ചേച്ചി പാടിയ 2 സോങ്ങിന്റെ ട്രാക്സും ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. ഇത് പാടുമ്പോൾ തന്നെ എനിക്ക് എന്ത് നല്ല പാട്ടുകൾ എന്നുള്ളൊരു ഫീൽ അപ്പം തന്നെ, ഇത് ഉറപ്പ് ഷുവർ ഷോട്ട് ഹിറ്റാണ് എന്നൊക്കെ ഉള്ള ഫീൽ അപ്പം തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ലാസ്റ്റ് ഇയർ വളരെ യാദൃശ്ചികമായിട്ട് എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു കോള് വരുന്നത്. നമ്മൾ അന്ന് ഇങ്ങനെ ഒരു ഇത് ചെയ്തില്ലേ, ആ സോങ് ഒന്ന് ഫൈനൽ നമുക്ക് നോക്കിയാലോ, കിളിയുടെ ഫൈനൽ നോക്കിയാലോ. ഒട്ടും എക്സ്പെക്റ്റഡ് അല്ല. അത് ഞാൻ പാടിയിട്ട് തന്നെ കുറെ വർഷങ്ങളായിട്ട് എക്സ്പെക്റ്റഡ് അല്ല. അങ്ങനെ അത് രണ്ടാമത് ഇവിടുന്ന് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുമായിരുന്നു. അത് 5 ലാംഗ്വേജസിലും പാട്ട് പാടാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അപ്പൊ നമ്മൾ ഇവിടെ പാടുമ്പോ അതിൽ ഏത് ലാംഗ്വേജിലെ പാടാം? മലയാളം തന്നെ ആയിരിക്കും. മലയാളം തന്നെ പാടാം. അത് പാടിക്കൊണ്ടങ്ങ് തുടങ്ങിയാലോ നമുക്ക്? ഷുവർ. മായം കാട്ടി മയക്കിടല്ലേ, മാനത്തോടെ നടത്തിടല്ലേ, കാതിലെന്നു ചൊന്നതെല്ലാം നേരാണോ, നിന്നെ മാത്രം ഓർത്തിരുന്ന് കനവുകൾ കോർത്തെടുത്ത് പുടമുറി കാത്തിരിക്കും നാടൻ പെണ്ണാണ്. അഴകി ചങ്കുലക്കണ ചോദ്യമിതെന്ത്, തീരിക്കണൊരാധിയുമെന്ത്, നമ്മൾ രണ്ടും രണ്ടായെന്നാൽ ലോകം തീരില്ലേ. ചിയോതി കാവിലെത്തി വിളക്ക് കൊളുത്തി നാടറിഞ്ഞൊരു താലിയും കെട്ടി കയ്യിൽ കയ്യും കോർത്തും കൊണ്ടേ കൂടെ കൂട്ടും ഞാൻ. മഴവിൽ ചന്തമേ നീ എൻ സ്വന്തമേ, തന്താനേ തന്താനേ തന്നാനേ.
വാട്ട് എ ബ്യൂട്ടിഫുൾ സ്റ്റാർട്ട്. താങ്ക് യു. അപ്പം ഈ ഒരു സോങ് പാടുമ്പോൾ മൂവിയുടെ ക്യാൻവാസ് വലുതാണ്, അതിൻ്റെ ആക്സെപ്റ്റൻസ് വലുതാണ്, സോങ്സും അതെ വന്നപ്പോൾ തൊട്ടും 2 പാട്ടുകളും ആളുകൾ ഒരുപാട് ഇത് ചെയ്തതാണ്. അപ്പോൾ ഒരുപക്ഷെ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചോന്നറിയില്ല, അല്ലെങ്കിൽ ആ പാട്ട് നമ്മുടേതാവണം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത് കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു റെസ്പോൺസുകൾ അതൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്യണത്? ശരിക്കും എൻ്റെ ഒരു ഫസ്റ്റ് ടൈം എന്ന് തന്നെ പറയാം കേട്ടോ. കാരണം പ്ലേ ബാക്കിൽ സോങ്സ് മുന്നേ പാടിയിട്ടുണ്ടെങ്കിലും ഒരു കരിയർ ബ്രേക്ക് എന്നൊക്കെ പറയുന്ന ഒരു സോങ് ശരിക്കും ഇത് വെച്ചിട്ടാണ് എല്ലാവരും എന്നെ ഇങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങി തന്നെ ഇത് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇത്ര ലെവൽ ഓഫ് ഒരു അക്സെപ്റ്റൻസ് വരും. അതിൽ സത്യം പറഞ്ഞാൽ അതിൽ ഒരു ചെറിയൊരു പോർഷൻ ആണെങ്കിൽ കൂടെ ആ ഒരു പോർഷൻ വെച്ചിട്ട് ഒരുപാട് പേര് റീൽസും ലൊക്കെ ആ ഒരു മായം കാട്ടി മയക്കിടല്ലേ എന്ന് പറഞ്ഞൊരു പോർഷൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നു. അതൊക്കെ കാണുമ്പോൾ ശരിക്കും ഭയങ്കര ഓവർവെൽമിങ് ആയിരുന്നു അതിൻ്റെ അക്സെപ്റ്റൻസ്. എവിടെ ചെന്നാലും എല്ലാവർക്കും അത് വെച്ച് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. തീർച്ചയായും. ഇപ്പോൾ ദിബു അദ്ദേഹത്തിൻ്റെ കൂടെ നേരത്തെയും വർക്ക് ചെയ്തിട്ടുണ്ട്, ചെന്നൈയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ മ്യൂസിക് എന്ന് പറയുന്ന ഒരു ഇത് എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടോ, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നാണോ? ഫാമിലിയിൽ അങ്ങനെ ഒരു മ്യൂസിക്കൽ ഫാമിലി എന്ന് പറയാനില്ല. എന്നാലും എൻ്റെ അമ്മ നന്നായിട്ട് പാടും. പക്ഷെ അന്നത്തെ കാലത്ത് അത് സീരിയസ് ആയിട്ട് എടുത്ത് പഠിക്കലോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ ടാലൻറ്റ് കണ്ടുപിടിച്ചതൊക്കെ എൻ്റെ അമ്മയും അപ്പൂപ്പനും ഒക്കെ പാട്ട് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ അവരാണ് ഇങ്ങനെ കാസറ്റൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ പാട്ടുകളൊക്കെ പഠിപ്പിക്കാൻ. അമ്മ ആണ് എന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ ലൈറ്റ് മ്യൂസിക് ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. പിന്നെ ആലപ്പുഴയാണ് എൻ്റെ സ്വദേശം. അവിടെ വിധു ആലപ്പി വിധു എന്ന് പറഞ്ഞ ഗുരുവാണ് ആദ്യമായിട്ട് അങ്ങനെ പാട്ട് പഠിച്ച് കർണാട്ടിക് മ്യൂസിക് പഠിച്ച് തുടങ്ങുന്നത്. പിന്നെ എൻ്റെ സ്കൂളിലും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽസിന് പോയിട്ടുണ്ട്. ഗന്ധർവ സംഗീതം റിയാലിറ്റി ഷോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൂള് കഴിഞ്ഞിട്ട് ഞാൻ എൻജിനീയറിങ്ങിനാണ് ചേർന്നത്. അപ്പോൾ വീണ്ടും ഒരു ബ്രേക്കായി. നമുക്ക് ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോഴും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. എന്നാലും ഓൾവേസ് പാട്ട് ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു കരിയർ ആയിട്ട് എടുക്കണം എന്ന് അങ്ങനെ വിചാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അപ്പം അതിലേക്ക് പിന്നെ എപ്പോഴാണ് അങ്ങനത്തെ ഒരു തോട്ടിലേക്കൊക്കെ വരുന്നത്? സത്യം പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് സോങ് എന്ന് പറയുന്നത് എം ജയചന്ദ്രൻ സാറിന് വേണ്ടിയിട്ടായിരുന്നു. അത് ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ മൂവിയിൽ. അതും അതെ അതെ എനിക്കെല്ലാം വളരെ സർപ്രൈസിങ് ആയിട്ടാണ്. എൻ്റെ അച്ഛൻ ഡോക്ടറാണ്. അപ്പോൾ ഫാസിൽ സാർ എനിക്ക് തോന്നുന്നു അച്ഛനെ കാണാൻ ഒരിക്കൽ ഇങ്ങനെ വന്നപ്പോൾ മോള് പാടും എന്നിങ്ങനെ പറഞ്ഞു. എനിക്കൊന്ന് ഒരു വിഷുവിൻ്റെ ദിവസം എന്താണെന്ന് തോന്നുന്നു, ഞാൻ ഫാസിൽ സാറിൻ്റെ വീട്ടിൽ പോയി ഇങ്ങനെ കുറച്ച് വരികളൊക്കെ ഇങ്ങനെ പാടി കേൾപ്പിച്ചു. അപ്പോൾ ഓക്കെ അങ്ങനെയാണ് ഈ ഫിലിമിൽ മോക്ക് പറ്റിയൊരു പാട്ടുണ്ട്, എം ജയചന്ദ്രൻ സാറിനെ നമുക്ക് കേൾപ്പിച്ച് നോക്കാം, സാറിന് ഓക്കെ ആണെങ്കിൽ നമുക്ക് പാടട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനു വേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ എഫേർട്സ് ഒന്നും എടുക്കുന്നില്ല. അത് വളരെ ഈസി ആയിട്ട് എനിക്ക് വന്നു ചേർന്ന എം ജയചന്ദ്രൻ സാറിനെ അങ്ങനെ മീറ്റ് ചെയ്തു. ഇത് സോങ് പഠിച്ചു, പാടി കേൾപ്പിച്ചു. ലക്കിലി അത് എല്ലാവർക്കും ഇഷ്ടമായി. ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ മൂവിയിൽ അങ്ങനെ ഫസ്റ്റ് സോങ് സാറിന് വേണ്ടി പാടാൻ പറ്റിയത് ഒത്തിരി. ഓ ഷുവർ. കുട്ടിക്കുറുമ്പ എന്ന് പറഞ്ഞൊരു കുട്ടികളുടെ സോങ് തന്നെയായിരുന്നു അത്. അങ്ങനെ ഒളിച്ചിരിക്കണ കണ്ടേ നീ ചിരിച്ചിരിക്കണ കേട്ടേ കള്ളക്കാക്കനൊട്ടം കണ്ണിൽ കൊണ്ടേ റിങ്ക 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 പുറത്തിറങ്ങട കുട്ട നീ മടിച്ചു നിക്കണ്ട മണ്ട ഇനി തിരിച്ചു വന്നെങ്കിൽ കൂട്ടാം റിങ്ക 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 ചക്കര കുട്ട കുട്ടിക്കുരങ്ങ റിങ്ക 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 അമ്പട വീര ചിങ്കിരിവാല റിങ്ക റിങ്ക റിങ്ക. ഒരു ക്യൂട്ടൊരു സോങ് ആയിരുന്നു. ഇതായിരുന്നു സത്യം പറഞ്ഞാൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതൊരു തുടക്കം അതായിരുന്നു. പിന്നീട് ഞാൻ വീണ്ടും ഈ പറഞ്ഞ പോലെ പാടി അതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അക്കാഡമിക്സിലേക്കൊക്കെ ശ്രദ്ധിച്ച് എൻജിനീയറിങ് അങ്ങനെ അങ്ങ് പോയി. പിന്നെ IT ജോലി കയറി. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ ഇങ്ങനെ അമൃതയുടെ സൂപ്പർ സ്റ്റാറിന്റെ റിയാലിറ്റി ഷോയിൽ ഞാൻ ഫൈനലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാം ഉണ്ട്, ജോലി ഇതൊക്കെ ഉണ്ട്, എന്നാൽ ഫുള്ളി അങ്ങ് ഇല്ലതാനും. പിന്നീട് ഞാൻ ചെന്നൈയിലും ഇതുപോലെ ചെന്നൈയിലേക്ക് പോകണമെന്ന് ചോദിക്കട്ടെ, ഈ ഫസ്റ്റ് റെക്കോർഡിങ് പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് ന്യൂ അല്ലേ എന്തായാലും. അതെ അതെ അതെ. അപ്പോ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഫസ്റ്റ് റെക്കോർഡിങ്ങിന്റെ എല്ലാ നെർവസ്നെസ്സും ഉണ്ടായിരുന്നു. പക്ഷെ എം ജയചന്ദ്രൻ സാറാണെങ്കിലും അതെ, ഫാസിൽ അങ്കിൾ ആണെങ്കിലും അതെ, വളരെ സ്വീറ്റ് ആയിരുന്നു.
അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ടോടുകൂടി എനിക്ക് അതിൻ്റെ പല്ലവി അനുപല്ലവി മാത്രം ആദ്യം റെക്കോർഡ് ചെയ്തു. എന്നിട്ട് അതെനിക്കൊന്ന് ഫാസിൽ അങ്കിൾ എല്ലാവരെയും ഒന്ന് കേൾപ്പിച്ച് എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളൊരിതിൽ പിന്നെ ചരണം പാടാനായിട്ട് എന്നെ രണ്ടാമത് വിളിച്ചു. എനിക്ക് കൊച്ചിയിൽ തന്നെയായിരുന്നു റെക്കോർഡിങ്. അത് വളരെ എന്താ എനിക്ക് സ്വീറ്റ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു അന്ന് കിട്ടിയ പൈസയൊക്കെ ഞാനിങ്ങനെ എഴുതിയൊക്കെ സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്തിട്ട് അതെ അതെ, ലൈഫിൽ ആദ്യത്തെ പ്ലേ ബാക്ക്, അതും ഫാസിൽ സാറിന്റെ മൂവി, ഞാൻ ഗുരുതുല്യനായിട്ട് കരുതുന്ന എം ജയചന്ദ്രൻ സാറിന് വേണ്ടി എന്നൊക്കെ പറയുന്നത് അത് എന്നിലേക്ക് വന്നു ചേർന്നാണ് വളരെ ലക്കിലി. അപ്പൊ ഒരു പക്ഷേ പാട്ടിലേക്ക് വരണം എന്ന് തന്നെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ ഗന്ധർവ സംഗീതമാണെങ്കിലും ഇപ്പൊ അമൃതയില് ഓൾവേസ് ഒരു ഇൻട്രസ്റ്റ്. കാരണം റിയാലിറ്റി ഷോസിലൊക്കെ നമ്മൾ പോകുന്നത് എപ്പോഴും നമുക്ക് ഒരു നമ്മളുടെ ടാലന്റ് ഷോക്കേസ് ചെയ്യാനും ഒരു എക്സ്പോഷർ കിട്ടാനുമുള്ള, അത് ഒരു സിംഗർ എന്ന രീതിയിൽ എന്തൊക്കെ തരത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ശരിക്കും നമ്മള് റിയാലിറ്റി ഷോസിൽ പോകുമ്പോൾ എനിക്ക് അതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നത് പലതരം ജോണേഴ്സ് നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. മറ്റേത് നമ്മൾ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നമ്മുടെ ഒരു ഷെല്ലിനകത്തിരുന്ന് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേട്ട് അത് മാത്രം പാടിക്കൊണ്ടിരിക്കും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വി ആർ ഫോഴ്സ്ഡ് കൈൻഡ് ഓഫ് ടു ട്രൈ ഔട്ട് പല കാര്യങ്ങൾ. അപ്പൊ അതെനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ മെലഡീസ് മാത്രം അങ്ങനെ കൂടുതലും പാടി ശീലിച്ച ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ അമൃതയുടെ ഇതിന് പോകുമ്പോഴാണ് അവിടെ എനിക്കൊന്ന് റോക്ക് റൗണ്ടോ അങ്ങനെ എന്തോ വെസ്റ്റേൺ റൗണ്ടോ അങ്ങനെയൊക്കെ വന്നിട്ട് ലൈക്ക് നമ്മുടെ ഒരു ചെസ്റ്റ് വോയിസ് ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെ പ്രൊജക്ട് ചെയ്തൊക്കെ പാടി. അപ്പോഴാണ് പലരും ഇത് തനിക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നീടാണ് ആ ഒരു സ്റ്റൈൽ എനിക്ക് പറ്റുന്ന തന്നെ. താങ്ക്സ് ടു മൈ ട്രെയിനർ അൽഫോൺസ് സാർ ട്രെയിനർ ആയിരുന്നു. പിന്നെ എന്താ പറയാ, ശരത് സാറായിരുന്നു അതിന്റെ ജൂറിയിൽ ഉണ്ടായിരുന്നത്. ശരത് സാറും മഹതി മാം. അപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ല, അവരുടെയൊക്കെ അറിവ് എന്ന് പറയുന്നത് തന്നെ അതിന്റെ ഒരു അംശം നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ വളരെ വലിയൊരു കാര്യമാണ്. സോ അവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതും നമ്മുടെ കരിയറിൽ തന്നെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതുമാണ്. എന്തായാലും നമുക്ക് വീണ്ടും ചെന്നൈ പോവാം. അവിടെ പോയാളെ ഞാൻ പിടിച്ചുവിടാം. ചെന്നൈ അപ്പൊ അങ്ങനെ ജോലിയായിട്ടാണ് ചെന്നൈയിലേക്ക് പോകുന്നത്. ചെന്നൈയിൽ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് IT കുറച്ചു കാലം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ ഡോണ്ട് ബിലോങ് ഹിയർ എന്നൊരു തോട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാലും അവിടെ ഒരുപാട് പ്രഷറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എൻ്റെ ബോഡി തന്നെ അത് എപ്പോഴും അസുഖങ്ങൾ വരാനും, സത്യം പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ശരിയല്ലെങ്കിൽ അത് എപ്പോഴും ബോഡിയിൽ റിഫ്ലക്റ്റ് ആവുമെന്ന് പറയുന്ന പോലെ പല കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ ജോബ് പതുക്കെ വിട്ടിട്ട് എന്തായാലും കുറച്ചാളൊരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവാണ്. അപ്പം ഇത്രയും കാലം നീ പാട്ട് എന്ന് പറഞ്ഞ് ഇതിൻ്റെ കൂടെ ഇത് കൊണ്ടുപോകാൻ നോക്കി, ഇനി അത് ഫുൾ ടൈം ആയിട്ട് വേണം. ചെന്നൈയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്, പാട്ടിന്റെ കേന്ദ്രമാണ്. അപ്പൊ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് എപ്പോഴും ഒരു പുഷിന്റെ ആവശ്യം ഉണ്ട്. അപ്പൊ കുറച്ചൊരു പതുങ്ങിയ വട്ടായിരുന്നു. ഹസ്ബൻഡ് മ്യൂസീഷ്യൻ ആണ്? അല്ല, ഹസ്ബൻഡ് IT തന്നെയാണ്. അപ്പൊ എന്നാലും പാടില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താണോ അതിന് മാക്സിമം റെസ്പെക്റ്റും അതിന് മാക്സിമം സപ്പോർട്ടും തരുന്ന ഒരാളാണ്. അപ്പൊ ആ കാര്യത്തിൽ ഞാൻ വളരെ ലക്കിയാണ്. അപ്പൊ അങ്ങനെ രോഹിത്താണ് എന്നെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ എന്നുള്ള ഒരു സപ്പോർട്ട് തന്നത്. എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ളൊരു ധൈര്യക്കുറവോ എന്തൊക്കെയോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ചെന്നൈ ചെന്ന്, പക്ഷെ ചെന്നൈയിൽ പോലെ ഒരു സ്ഥലത്ത് എനിക്കാണെങ്കിൽ തമിഴ് നമ്മൾ സിനിമയൊക്കെ കാണും, തമിഴ് പാട്ട് പാടുന്നല്ലാണ്ട് സംസാരിക്കാനോ അങ്ങനത്തെ ഇതൊന്നുമില്ല. അപ്പൊ അവിടെ ശരിക്കും വളരെ ഒരു ബിഗിനറായിട്ട് ഓരോ സ്റ്റുഡിയോസിലും സ്ഥലത്തും പോയി ചാൻസ് ഒക്കെ ചോദിച്ച് ആരും ഇല്ല. നമുക്ക് ഗോഡ് ഫാദറോ അങ്ങനൊന്നും ആരില്ല. അപ്പൊ നമ്മൾ ഫേസ്ബുക്ക് വഴി ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്യും, നമ്മുടെ ഡെമോസ് അയച്ചു കൊടുക്കും. അങ്ങനെ കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ ആയി. അങ്ങനെ അവിടെ പതുക്കെ ലൈവ് ഷോസ് ചെയ്യാൻ തുടങ്ങി, ചെറിയ റെക്കോർഡിങ്സ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ചെന്നൈയിൽ എൻ്റെ ഒരു ബിഗിനിങ് എന്ന് പറയാം. അപ്പൊ അവിടെ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഞാൻ പരിചയപ്പെട്ട ഒരു ഫ്രണ്ടാണ് സിംഗർ കപിലൻ. അപ്പോൾ കപിൽ ത്രൂ ആണ്. അപ്പോൾ പാടുന്നുണ്ടല്ലോ, കപിലിന് വോയിസ് ഇഷ്ടമായിട്ടാണ് ദിബു ചേട്ടന് എൻ്റെ ഡെമോസ് ഒക്കെ എനിക്കൊന്ന് അയച്ചു കൊടുക്കുന്നതും. അങ്ങനെയാണ് ദിബു ചേട്ടന്റെ ഒരു സോങ് ഞാൻ തമിഴില്, ഫസ്റ്റ് സോങ്
ചെന്നൈ പഴനി മാഷ് എന്ന് പറഞ്ഞൊരു മൂവിയിൽ 2 സോങ്സ് ഓൾറെഡി പാടിയിട്ടുണ്ടായിരുന്നു. അത് നിരഞ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂ കമർ മ്യൂസിക് ഡയറക്ടറിന് വേണ്ടിയായിരുന്നു. ആ വിജയ് സേതുപതി സാറായിരുന്നു ആ മൂവിയുടെ പ്രൊഡക്ഷനൊക്കെ. അപ്പോൾ അതിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാക്കിംഗ് വോക്കലൊക്കെ ആയിട്ട് ഹിപ്പ് ഹോപ്പ് തമിഴ സാറിനൊക്കെ വേണ്ടി ഒരു ഫിലിമിൽ പാടിയിട്ടുണ്ടായിരുന്നു, ഞാൻ സിരിച്ചാൽ എന്നുള്ള ഒരു മൂവിയില്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ ആയിട്ട് പാടി വരുമ്പോഴാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അത് നദി എന്ന് പറഞ്ഞൊരു മൂവിയില് ഒരു സോളോ നമ്മൾ പാടുമല്ലോ ഇപ്പൊ. ഞാൻ ഒന്ന് ലിറിക്ക് ആയിക്കോട്ടെ. ഈ സോങ് പോകാതെ എന്ന് പറഞ്ഞ സോങ് സത്യം പറഞ്ഞാൽ ഞാൻ പാടിയിട്ടുള്ള പാട്ടുകളിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആൻഡ് ഒരു ചലഞ്ചിങ് സോങ് എന്ന് തന്നെ പറയാം. താങ്ക്സ് ടു ദിബു ചേട്ടൻ ഫോർ കൺസിഡറിങ് മീ. ഈ സോങ്ങിന് എൻ്റെ കുറച്ച് വരി പാടാം. போகாதே நெஞ்சே உன்னை கெஞ்சி கேட்கிறே, போகாதே நீ போகாதே, பாராதே கண்ணே உன்னை மூட சொல்கிறே, பாராதே நீ பாராதே, சிறகுகள் விரிந்து வானோக்கி மேலே போவதென்ன, கவலைகள் கலைந்து காற்றோடு காற்றாய் போனதென்ன, என் வெள்ளை உள்ளத்திலே ஒரு கள்ளம் கால் வைக்குதே, ஓ என்றாலும் பொல்லாத இன்பம் உள்ளூருதே, வானவில்லை காணவில்லை வண்ணமேழும் போதவில்லை, ஓவியங்கள் வாடலாமா, தென்றல் ஒன்றை காணவில்லை தேடி வந்த காற்றின் சொல்லை உண்மை என்று நம்பலாமா. ഈ തമിഴ് ലാംഗ്വേജ് എങ്ങനെയാ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട്? അത് നേരത്തെ അതിനോടൊരു ടേസ്റ്റ് ഉണ്ടോ അതോ? എനിക്ക് തമിഴ് ഇഷ്ടമാണ്. പിന്നെ ഈ ചെന്നൈ താമസിച്ച ഒരു എക്സ്പീരിയൻസ് കിട്ടിയതാണ്. ഇപ്പൊ ഈ സോങ് എഴുതിയിരിക്കുന്നത് താമരൈ മാം ആണ്. അപ്പൊ ലിറിക്ക് നമ്മൾ പാടുമ്പോൾ എപ്പോഴും കറക്ഷൻസ് ചെയ്യും കേട്ടോ. ലൈക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ഉണ്ട് നമുക്ക് എപ്പോഴും. ഇപ്പൊ ARMലാണെങ്കിൽ തന്നെ 5 ലാംഗ്വേജസിൽ ഞാൻ പാടിയിട്ടുണ്ട് ഈ കിളിയെ സോങ്. അപ്പോൾ ആ 5 ലാംഗ്വേജസിലും അതിൻ്റേതായിട്ടുള്ള ലിറിസിസ്റ്റും, പിന്നെ ഞാൻ താങ്ക്സ് പറയേണ്ടത് ദിബു ചേട്ടന് വേണ്ടി സൂപ്പർവൈസ് ചെയ്ത ചാരു ഉണ്ട്, ചാരു ഹരിഹരൻ. അപ്പോൾ പുള്ളിക്കാരിയാണ് ഈ ലിറിക്കിൻ്റെ ഇതാണെങ്കിലും ഒരുപാട് ഹെൽപ്പ് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട് ഈ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പം ഈ ഒരു സോങ് കഴിഞ്ഞ് പിന്നെ എങ്ങനെയായിരുന്നു അവിടെ കരിയറിൻ്റെ ഒരു ഇതെങ്ങനെയായിരുന്നു? പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സോങ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ? പോകാതെ പാടി കഴിഞ്ഞിട്ട് പോകാതെ പാടി കഴിഞ്ഞിട്ട് ഞാൻ ഇൻഡിപെൻഡന്റ് കുറച്ച് വർക്ക്സ് ചെയ്തു, അങ്ങനത്തെ കുറെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് വിട്ടു. ഞാൻ കോവിഡിന്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നാട്ടിലേക്ക് ഷിഫ്റ്റായി. പിന്നെ ഞാൻ ബേസ് കൊച്ചിയിലേക്ക് അങ്ങനെ. അപ്പം പിന്നെ ആ സമയത്താണോ ഒരു ഞാൻ ഇൻഡിപെൻഡന്റ് വേഴ്സ് ചെയ്തു എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു ബാൻഡ് ഉണ്ടല്ലോ മാത്ര, അതെങ്ങനെ, അതിങ്ങനത്തെ ആ ഒരു ടൈമിലാണോ എങ്ങനെയാ? അതും സത്യം പറഞ്ഞാൽ എന്നെ തേടി വന്നതാന്ന് പറയാം. വളരെ യാദൃശ്ചികമായിട്ട്. ഇപ്പോൾ റോമൻ അർസഫിസ് എന്നാണ് ഈ മാത്രയുടെ ഫൗണ്ടർ. അദ്ദേഹം അർമേനിയയിലുള്ളൊരു മെറ്റൽ ഗിറ്റാറിസ്റ്റ് ആണ്. അദ്ദേഹം ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പല മെസ്സേജ് ഒക്കെ വരുമ്പോൾ ഇത്ര സീരിയസ് ആയിട്ട് ഒരാൾ ഇങ്ങനെ പറയാണ്, എനിക്കിങ്ങനെ ഞാൻ മെറ്റൽ ഗിറ്റാറിസ്റ്റ് ആണ്, എനിക്കിങ്ങനെ ഇന്ത്യൻ സോങ്സിൽ ഇങ്ങനെ ഫ്യൂസ് ചെയ്ത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ കണ്ണോട് കാൺപതെല്ലാം എന്ന് പറഞ്ഞ സോങ്ങിന്റെ ഒരു മെറ്റൽ ബാക്കിങ് ഓൾറെഡി പുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെനിക്ക് അയച്ചു തരിക ചെയ്തേ. ഇത് പാടാൻ താല്പര്യമുണ്ടോ, എൻ്റെ കൂടെ കൊളാബ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പൊ ഞാൻ കേട്ടു നോക്കിയപ്പോ തീപ്പൊരി സാധനം. അപ്പൊ വൈനോട്ട്. അപ്പൊ എങ്ങനെ എന്നെ കണ്ടുപിടിച്ചു എന്ന് തന്നെ ഞാൻ അതിശയം വിചാരിച്ചു. അവിടെ കിടക്കുന്ന ഒരാള് നമ്മള് അതും വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ളൂ. അതെ അതെ, എങ്ങനെ ഔട്ട് ഓഫ് ഓൾ ആൾക്കാരെ എങ്ങനെ കണ്ടുപിടിച്ചു എന്നൊക്കെ തന്നെ സത്യം പറഞ്ഞ. അപ്പോൾ ആദ്യം ഈ കണ്ണോട് കാണുമ്പോഴെല്ലാം ഒരു ഓഡിയോ ആണ്. എന്നിട്ട് കോവിഡ് ടൈം ആയതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ എനിക്ക് ഓർമ്മയുണ്ട്.
എൻ്റെ നാട് ആലപ്പുഴ. അവിടെ ഞാൻ പാടിക്കഴിഞ്ഞിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും പോലീസ് വന്നിട്ട് എല്ലാം അടപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അപ്പോഴൊക്കെ ഒരു തമാശ പോലെയാണ് ഇത് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പക്ഷെ വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒരുപാട് പേര് അങ്ങനെ തമിഴ് സോങ്ങിൽ ഇങ്ങനെ ഒരു മെറ്റൽ ബാക്കിങ് ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് അത് ഇഷ്ടമായി. പിന്നീട് ജയിലർ എന്ന് പറഞ്ഞ മൂവി റിലീസായപ്പോൾ അതിൽ കണ്ണോട് കാണുമ്പോഴെല്ലാം എൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട്. അങ്ങനെയാണ് പലരും ഈ സോങ് രണ്ടാമതൊന്ന് വൈറലാവുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ഞങ്ങൾ അതിന്റെ വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. സെർബിയയിൽ ഉള്ളൊരു ഡ്രമ്മറും കൂടെ ഈ ബാൻഡിലേക്ക് വന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെറ്റൽ ജോണറിൽ നമ്മുടെ സോങ്സ് ആക്കിയിട്ട് ഇങ്ങനെ ഇറക്കാറുണ്ട്. അതിനൊരു പ്രത്യേക ഫോളോയിങ്ങും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസും ഒക്കെ വന്നിരുന്നു. ഈ കണ്ണോട് കാണുമ്പോഴെല്ലാം ഒരുപാട് പേരുടെ അങ്ങനെ ഫേവറേറ്റ് ഒരു വേർഷനായി. പിന്നെ അത് നിങ്ങളത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ അല്ല ഞാൻ ചോദിക്കണതല്ല, നിങ്ങളൊക്കെ കിടക്കുന്ന ഓരോ സ്ഥലത്ത് നിങ്ങളുടെ തിരക്കുകള് ഓരോരുത്തർ ഓരോ തരത്തിൽ തിരക്കിലാണ്. അപ്പൊ അത് എങ്ങനെയാണ്? നമ്മളെല്ലാം ഓൺലൈൻ ത്രൂ തന്നെയാണ് ഇതുവരെ കോർഡിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇവിടുന്ന് ചിലപ്പോൾ ട്രാക്ക് ആദ്യം അയക്കും, ചിലപ്പോൾ ഞാൻ വോയിസ് ആദ്യം അയക്കും. അങ്ങനെ നമ്മുടെ ഒരു സൗകര്യം പോലെ കോർഡിനേറ്റ് ചെയ്ത് റോമൻ തന്നെയാണ് അത് ഫൈനലി എല്ലാം കൂടെ മിക്സ് ആക്കുന്നതും. വീഡിയോ ആണെങ്കിലും എല്ലാവരും പല സ്ഥലത്തുനിന്ന് അർമേനിയ, ഇന്ത്യ, സെർബിയ 3 രാജ്യത്തുനിന്നും ഇങ്ങനെ അയച്ച് ആർക്കും അറിയില്ല നമ്മളിങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് പലർക്കും അറിയില്ല. ഞങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. ഇല്ല, ഇത്രയും കാലമായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം 3 രാജ്യമാണ്, നമ്മൾ അവിടം വരെ പോയി ട്രാവൽ. അവർക്കാണെങ്കിലും അല്ലേ ട്രാവൽ ചെയ്യേണ്ട ബുദ്ധിമുട്ടുകൾ. ജയിലറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റേ മനസ്സിലായോ ആ സോങ് ഒക്കെ ഈ മാത്രയുടെ ഇതൊരു മെറ്റൽ വേർഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അനിരുദ്ധ് സാർ ഒക്കെ കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒക്കെ ഇപ്പൊ അനിരുദ്ധിലേക്ക് വന്നുകൊണ്ട് പറയാം. അപ്പൊ അങ്ങനത്തെ മ്യൂസീഷ്യൻസ് നമ്മളെ ഇങ്ങനെയും നമ്മളെ കാണുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആയി മാറുന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ചിലര് പറയാറുണ്ട് കവേഴ്സ് എല്ലാവർക്കും ഇഷ്ടമാണ് കവേഴ്സ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നില്ല. അതിന് പലപ്പോഴും വിമർശനവും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ ആസ് എ സിംഗർ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു ഡെമോയും കൊണ്ട് ഇപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സിനെ പോയി മീറ്റ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ എപ്പോഴും നടക്കണമെന്നില്ല. അതേസമയത്ത് സോഷ്യൽ മീഡിയ ആണെങ്കിൽ നമുക്ക് എന്താണോ നമ്മുടെ ടാലൻറ്റ് അത് ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം പോലെയാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. സോ ഇപ്പോൾ നമുക്ക് ഒരു സിംഗറിനെ കണ്ടുപിടിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ. അപ്പോൾ അവർക്കും ഹെൽപ്ഫുൾ ആണ്, നമുക്കും ഹെൽപ്ഫുൾ ആണ്. അതിനെ അങ്ങനെ കാണുന്നത് ആണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കവർ സോങ്സ് ചെയ്തിട്ടുള്ളതിൽ പേഴ്സണൽ ഫേവറേറ്റ് ഏതാ? ഒരുപാടുണ്ട്. എന്നാലും എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. എൻ്റെ മോസ്റ്റ്ലി പ്രൊഡക്ഷൻസ് ഒക്കെ ചെയ്യുന്നത് വിഷ്ണു അനിൽ എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് പ്രൊഡ്യൂസറാണ് എൻ്റെ മോസ്റ്റ്ലി. അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുന്നേ ചെയ്താണ് ഏതോ ജന്മ കൽപ്പനയുടെ ഒരു പാട്ട്, ജോൺസൺ മാഷിൻ്റെ പാട്ട്. അതിങ്ങനെ കവർ പോലെ ചെയ്ത് അതെൻ്റെ ഒരു ആദ്യം കാലത്ത് ചെയ്തതാണ്. പക്ഷെ അതെൻ്റെ ഒരു പേഴ്സണൽ ഫേവററ്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ അത് പാടും. ഓ ഷുവർ. ഏതോ ജന്മ കൽപ്പനയിൽ ഏതോ ജന്മ വീഥികളിൽ ഇന്നും നീ വന്നു ഒരു നിമിഷം, ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി. ഏതോ ജന്മ കൽപ്പനയിൽ ഏതോ ജന്മവേദികളിൽ. താങ്ക് യു. ഇപ്പം സോങ്സിനെ പറ്റി പറയുമ്പോൾ തമിഴ് പാടിയിട്ടുണ്ട്, മലയാളം പാടിയിട്ടുണ്ട് അല്ല. ഇപ്പം ഇതൊക്കെ AR-ലെ പാട്ടൊക്കെ 5 ലാംഗ്വേജ് പാടി. അതല്ലാതെ വേറെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൂവീസ് വേറെ ലാംഗ്വേജസിൽ പാടിയിട്ടുണ്ടോ? അതായത് ഇപ്പൊ നമ്മൾ ഒരു പടത്തിലെ പാട്ട് തന്നെ 5 ഭാഷയിൽ പാടി അങ്ങനെയുള്ളത് പറഞ്ഞു. അതല്ലാതെ ഇപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഇപ്പൊ ഇന്നൊരു സിനിമ, ഇന്നൊരു ഹിന്ദി മൂവി, ഇന്നൊരു കന്നഡ മൂവി അങ്ങനെ സെപ്പറേറ്റ് പാടിയിട്ടുണ്ടോ? ഞാനിപ്പോ റീസെന്റ് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ. പക്ഷെ അത് റിലീസ് ആവാത്തോണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. തമിഴില് തന്നെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. GV പ്രകാശ് സാറിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തായിരുന്നു. അതും ഈ കഴിഞ്ഞ വർഷം തന്നെ AR-ന് മുന്നേ അത് ഇറങ്ങിയിരുന്നു. അത് തങ്കലാൻ എന്ന് പറഞ്ഞ വിക്രം സാറിന്റെ മൂവിയില് അതിന്റെ ഹിന്ദി വേർഷൻ കട്ടായ ഗാന എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഹിന്ദി വേർഷൻ പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെ
ഹായ്. ജി വി പ്രകാശ് സാറിന്റെ വർക്കിൽ പാടി. പക്ഷേ അദ്ദേഹത്തിനോട് ആദ്യമായിട്ട് വർക്ക് ചെയ്യണോ? അദ്ദേഹത്തിന്റെ കൂടെ മുന്നേ ഞാൻ ബാക്കിങ്ങും അദ്ദേഹത്തിന്റെ ഫിലിമിന്റെ സ്കോറിലൊക്കെ പാടിയിട്ടുണ്ട്. സോങ് ആയിട്ട് അങ്ങനെ ആദ്യമായിട്ട് വർക്ക് ചെയ്യാം. ഇപ്പൊ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വെച്ചാൽ എല്ലാവരും നല്ല നല്ല പാട്ടുകൾ, നമ്മളെ കുതിപ്പിക്കുന്ന പാട്ടുകൾ തരുന്ന ആളുകളാണ്. അപ്പൊ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഷെയർ ചെയ്യുക? എങ്ങനെയാണ് അവരുടെ ഒരു ജി വി പ്രകാശ് സാറിന്റെ വർക്കിന് സത്യം പറഞ്ഞാൽ എന്നെ സെലക്ട് ചെയ്തത് താങ്ക്സ് ടു അശ്വിൻ സത്യ, സാറിന്റെ മ്യൂസിക് പ്രൊഡ്യൂസർ ആണ്. അപ്പോൾ അശ്വിൻ ആയിരുന്നു ഈ റെക്കോർഡിംഗ് ഇവിടെ എടുത്തിരുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ ഹിന്ദി ആണെങ്കിലും ഡിക്ഷൻ കറക്റ്റ് ചെയ്യാൻ എന്റെ കൂടെ പാടിയത് റോഷൻ ചേട്ടനാണ്. ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ ഒക്കെ ഒരുപാട് ഫേമസ് ആയി. അപ്പൊ റോഷൻ ചേട്ടൻ തന്നെയാണ് കൂടെ പാടിയത്, ഹിന്ദി ഡിക്ഷൻ കറക്റ്റ് ചെയ്തതും ഒക്കെ. പിന്നീട് അശ്വിന്റെ ഒരുപാട് ഹെൽപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സാറിന് അയച്ചു കൊടുത്തു, അത് അപ്രൂവ് ആയി. അങ്ങനെയായിരുന്നു അതിന്റെ ഒരു. ഇപ്പൊ ദിബു സാറുമായിട്ടുള്ള, ദിബു സാറിനോട് കുറച്ചുകൂടി ഒരു ലോങ് ടേം റിലേഷൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് എങ്ങനെ, നമ്മളൊക്കെ ഇങ്ങനെ പാട്ടിൽ കൂടെ മാത്രമാണ് അദ്ദേഹത്തെ അറിയാം. വളരെ, എനിക്ക് പറയുകയാണെങ്കിൽ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ദിബു ചേട്ടൻ. എനിക്ക് തോന്നുന്നു ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന, പറയുന്ന കാര്യങ്ങൾ വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു ആളാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അദ്ദേഹത്തിന്റെ മ്യൂസിക്കൽ നോളജിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. തൊടുന്ന എല്ലാ പാട്ടുകളും ഹിറ്റ് എന്നാണ് പറയുന്ന പോലെയാണ്. ദിബു ചേട്ടൻ്റെ റെക്കോർഡിങ്സ് ആണെങ്കിലും നമുക്കൊരു കാര്യം പറഞ്ഞു തരാൻ ചേട്ടൻ വളരെ പെർട്ടിക്കുലർ ആണ്. ഇന്ന സാധനം വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നവരെ നമ്മൾ എന്തായാലും അത് ചെയ്യിക്കും. വളരെ പെർട്ടിക്കുലർ ആണ്. ദിബു ചേട്ടന് തന്നെ നല്ല ഐഡിയ ഉണ്ട് എങ്ങനെ ഇത് വരണം, എങ്ങനെ ഇത് സൗണ്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യൻ. ഇപ്പം ഈ പാട്ട് ഇറങ്ങിയിട്ട്, ഇപ്പം AR പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് ഉള്ള റെസ്പോൺസുകൾ വന്നിട്ടുണ്ടോ? ഒരുപാട് പേര്, മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിലും എൻ്റെ കൂടെ ഉള്ള കോ സിംഗേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് എനിക്ക് വിഷസ് അറിയിച്ചിരുന്നു. വളരെ നന്നായിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വിഷസ് അറിയിച്ചിരുന്നു. എല്ലാവർക്കും ഈ ഒരു മൊമെന്റിൽ താങ്ക് യു. അത് ശരിക്കും എനർജൈസിങ് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, റിയാലിറ്റി ഷോസിൽ പോകുന്നതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരുന്നു സത്യത്തിൽ അതുവരെ കംഫർട്ട് സോൺ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? അതുവരെ ഞാൻ വളരെ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളെ കൂടുതൽ പാടിയിട്ടുള്ളായിരുന്നു. പിന്നെ ഇപ്പൊ ആ ഒരു ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബേസ് വോയിസ് ഒക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനുവേണ്ടി എന്തെങ്കിലും നമ്മളെ സെൽഫ് ട്രെയിൻ ചെയ്യാറുണ്ടോ? ഇപ്പം നമ്മുടെ വോയിസ് ഇന്നെ പോലെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ വോയിസ് പറയുമ്പോൾ ഈസിയാണ്, പക്ഷെ വോയിസിന് നമ്മൾ ഇങ്ങനെ കുട്ടികളെ കൊണ്ടുനടക്കാൻ വരെ കൊണ്ടുനടക്കണമല്ലോ. അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ ചേച്ചികൾക്ക് അറിയാം, ഞാനൊരു ഇൻഫെക്ഷനും ഒരു വോയിസ് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് പൊങ്ങി വരുന്നേ ഉള്ളൂ. അവിടെ സത്യത്തിൽ ഇത്ര പോലും പാടിത്തരുന്ന ഞാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് അതിന് ആ ഒരു ഇത് എങ്ങനെയാ കീപ്പ് ചെയ്തുകൊണ്ട് പോണത്? ഞാൻ പ്രാക്ടീസ് റുട്ടീൻ കഴിയുന്നതും റെഗുലർ ആക്കി വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. മനുഷ്യരാണ്, എപ്പോഴും നടക്കില്ല, എന്നാലും ശ്രമിക്കാറുണ്ട്. പിന്നെ കേൾക്കാറുണ്ട്, പല സ്റ്റൈലിലുള്ള സോങ്സ് ആണെങ്കിലും കേൾക്കാറുണ്ട്. ഇപ്പം നമ്മൾ ചെസ്റ്റ് വോയിസും ഹെഡ് വോയിസും രണ്ട് ഇത് പറയും. അപ്പോൾ രണ്ട് വോയിസിലും എനിക്ക് ആക്ച്വലി എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള പാട്ടുകളും ഞാൻ രണ്ടായിട്ട് തന്നെ അത് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പാട്ടുകളും അങ്ങനെ പല രീതിയിൽ ചെയ്യാറുണ്ട്. ചെയ്തു പോകും. വേറെ എന്തെങ്കിലും ഇന്നത് ചെയ്യും എന്നതുപോലെ ഇന്നത് ചെയ്യില്ല എന്നുള്ളതുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം എന്ത് കിട്ടിയാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ അല്ല, അതല്ല ഞാൻ ചോദിച്ചാൽ വോയിസിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റി വെക്കുന്ന സംഭവങ്ങളുണ്ടോ? അതായത് സിംഗിങ്ങിൽ തന്നെ ഇന്നത് പാടില്ല അങ്ങനെയാണ്? അല്ല, നമ്മളിപ്പോൾ നല്ല സിംഗർ ആയിരിക്കാൻ, നല്ല വോയിസ് കീപ്പ് ചെയ്യാൻ, നമുക്കിപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാലാണ് എന്റെ വോയിസ് എനിക്ക് നന്നായിരിക്കുക. അങ്ങനെ ഞാൻ തണുത്തതൊക്കെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യാറുണ്ട്, അത് ചെയ്യാറുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ കൊതി വരുമ്പോ കഴിക്കാറൊക്കെ ഉണ്ട് ഐസ്ക്രീം ഒക്കെ. ചൂടുവെള്ളം കുടിച്ചാൽ മതി. ലോട്ടനെ ചൂടുവെള്ളം കുടിക്കില്ല, അത് ചീത്തയാന്ന് കേട്ടു. അങ്ങനെ അലീച്ചൊക്കെ കഴിക്കാറൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാം പേഴ്സണലാണ്. ചിലർക്ക് പ്രശ്നം ഉണ്ടാവുന്നത് ചിലർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് വർക്ക് ആവുന്നു, നമുക്ക് എന്ത് വർക്ക് ആവുന്നില്ല എന്നുള്ളത് നോക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്. ഇപ്പൊ ശരിക്കും പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് കുറച്ചും കൂടി ബിസിയായി ലൈവായിട്ട് ആവുന്നല്ലേ ഉള്ളൂ കുറച്ചും കൂടി. അപ്പൊ ബാക്കി സമയം പക്ഷെ നമുക്ക് മ്യൂസിക് ഉണ്ട്. അപ്പൊ ഈ ഷോസ് കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. ഷോസും ചെയ്യാറുണ്ട്. ഷോസ് നമ്മളെ വേറൊരു ലെവലിലല്ലേ ശരിക്ക് ഡിമാൻഡ് ചെയ്യുക. നമ്മൾ വിചാരിച്ചത് മാത്രം പാടി അല്ലെങ്കിൽ നമ്മൾ ഒതുക്കി പാടി അങ്ങനെ നിൽക്കാൻ പറ്റണം എന്നില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ കുറെ ലൗഡ് ആവേണ്ടി വരും. അപ്പോഴും നമ്മുടെ വോയിസ് തന്നെയാണ് സഫർ ചെയ്യണത്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ്
എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടെ ബാലൻസ് ചെയ്തുകൊണ്ട് പോവാ? ഞാൻ ആക്ച്വലി സെലക്റ്റീവ് ആണ് ഷോസിന്റെ കാര്യത്തിൽ. ഞാൻ കൂടുതൽ റെക്കോർഡിങ്സ് ആണ് ഫോക്കസ് ചെയ്യാറ്. എന്നാലും എനിക്ക് ഷോസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ഓൾവേസ് ആ ലൈവ് സ്റ്റേജിന്റെ എനർജി എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ശരിക്കും വേറൊരാളാവുന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല, അത് എനിക്ക് അനുഭവമുള്ളൊരു ഇതാണ്. കാരണം നമ്മുടെ കൂടെയുള്ള നമ്മുടെ ബാൻഡ് ആണെങ്കിലും അവരുടെ ഒരു എനർജി ആണെങ്കിലും ഓഡിയൻസിന്റെ ഒരു എനർജി ആണെങ്കിലും അതൊക്കെ നമ്മളെ ഒന്ന് ഒരു ഷെല്ലിന്റെ പുറത്ത് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് വേറൊരു ഇതാണ്, എൻജോയ്മെന്റ് ആണ്. എനിക്ക് അതും ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പം എന്ത് തരം പാട്ടുകളൊക്കെയാണ് കൂടുതൽ? ഇപ്പൊ പണ്ട് കേട്ടിരുന്ന തരം പാട്ടുകളായിരിക്കില്ല ഇപ്പം മിക്സഡ് ആയിട്ട് കേൾക്കുന്നുണ്ടാവും അല്ലെ? പൊതുവെ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നത് ആക്ച്വലി കുഞ്ഞിലേ തൊട്ട് ഹിന്ദിയോട് എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനായിരിക്കും അത് ചിലപ്പോ എന്നിൽ അത് ഇങ്ങനെ ഒരു സീഡ് ഇതായത്. എനിക്ക് ലതാജിയുടെ സോങ്സ് അങ്ങനത്തെ പഴയ ഹിന്ദി സോങ്സ് കേൾക്കാൻ കുഞ്ഞിലേ തൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛൻ അങ്ങനെ കളക്ഷൻസ് ഒക്കെ എനിക്ക് കേൾപ്പിച്ചു തരുമൊക്കെ ചേർന്നു. ഞാൻ അന്ന് ഇത് പാടിയ പാട്ടാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കും എനിക്ക് ഹിന്ദിയോട് ഇപ്പോഴും ഒരു താല്പര്യമുണ്ട്. അങ്ങനെ ഓൾഡ് ഹിന്ദി വളരെ ഇഷ്ടമാണ്. ഞാൻ ഹിന്ദുസ്ഥാനി കുറച്ചാള് പഠിച്ചിരുന്നു, മൗമിത മിത്ര എന്ന് പറഞ്ഞിട്ട് കൊൽക്കത്തയിലുള്ളൊരു മാമിന്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ വീണ്ടും കർണാട്ടിക് പഠിച്ചു തുടങ്ങി. അപ്പൊ ലതാജിയുടെ ഏതെങ്കിലും ഒരു സോങ് രണ്ടുപേരും പാടാലോ? ഷുവർ ഷുവർ. ओ सजना बरखा बहार आई, रस की फुहार लाई, अखियों में प्यार लाई। ओ सजना बरखा बहार आई, रस की फुहार लाई, अखियों में प्यार लाई। ओ सजना. ഇനിയിപ്പം ഇമ്മീഡിയറ്റ് റിലീസ് ഏതെങ്കിലും പറയാവുന്ന പടങ്ങൾ ഉണ്ടോ? ഞാൻ എപ്പോഴും ഇറങ്ങിയിട്ട് പറയാനാ പ്രിഫർ ചെയ്യുന്നത്. പാടിയിട്ടുണ്ട്, കുറച്ച് സോങ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പാടിയിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി അതൊക്കെ വേഗം ഇറങ്ങും, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും പാട്ടുകളൊക്കെ വേഗം ഞങ്ങൾക്ക് കേൾക്കാൻ അങ്ങോട്ട് കിട്ടട്ടെ, അതന്നെയാണ് എന്റെയും വിഷയം. അപ്പം ഒരുപാട് സന്തോഷം അല്ല, കുറച്ച് സമയം ഇത്രയും വയ്യാത്തൊരു സമയത്തും കൂടി ഇവിടെ വന്നിരുന്ന് ഇതൊക്കെ പറഞ്ഞതിന്. പിന്നെ ഒരു കുഞ്ഞു മോളുണ്ടല്ലേ? അതെ അതെ അതെ. മോളുടെ പേരെന്താ? മോളുടെ പേര് സർഗ എന്നാണ്. സർഗ. അപ്പം സർഗയും രോഹിത്തും അനിലയും അനിലയുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് നല്ല പാട്ടുകളൊക്കെ ആയിട്ട് താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച.